നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ വിമാനം ഇറാൻ കത്തിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാനെ ഞെട്ടിച്ച യുഎസിന്റെ കപ്പൽപ്പട. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ വിമാനം തകർന്നു വീണത് ഇറാന്റെ വെടിവെപ്പിൽ തന്നെയാണ്. അപ്പാച്ചെ ഹെലികോപ്റ്ററിലെ പൈലറ്റുമാരെ രക്ഷിക്കുവാൻ അമേരിക്ക ഇറക്കിയത് രഹസ്യ കടൽ ഡ്രോൺ ബോട്ടുകളാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം അത് കനത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് തകർന്നു വീണ യുഎസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിലെ പൈലറ്റുമാരെ രക്ഷിക്കാൻ വേണ്ടി അത്യാധുനികമായിട്ടുള്ള കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള AI സാങ്കേതിക വിദ്യയുള്ള കടൽ ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് അമേരിക്കയുടെ മാസ്ക് റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. യുഎസ് സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് യുദ്ധക്കളത്തിൽ തകർന്നു വീഴുന്ന വ്യോമസേന പൈലറ്റുമാരെ കണ്ടെത്താനും ജീവനോടെ രക്ഷിക്കാനും മനുഷ്യരില്ലാത്ത ഒരു ഡ്രോൺ ബോട്ട് ഉപയോഗിക്കുന്നത് എന്നതാണ്. ഹെലികോപ്റ്റർ തകർന്നു വീണുവെങ്കിലും അതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും പൂർണ്ണ ആരോഗ്യവാന്മാരായി സുരക്ഷിതരായി ഇരിക്കുന്നുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇറാന്റെ ആക്രമണത്തിലാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്നും ഇതിന് തിരിച്ചടി നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഒമാൻ തീരത്തിന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ പതിവ് നിരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടയിലാണ് US ആർമിയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ ആക്രമണത്തിൽ കടലിൽ തകർന്നു വീണത്. വിമാനം തകരുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റുമാർ കടലിലേക്ക് ചാടിയിരുന്നുവെന്നും ഇറാൻ തീരത്തോട് ചേർന്നുള്ള അപകട മേഖലയായതിനാൽ തന്നെ ഇവരുടെ സാധാരണ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം US സൈനികരുടെ ജീവന് ഭീഷണിയാകുമായിരുന്നു. ഇതോടെയാണ് US നേവിയുടെ 5ാം കപ്പൽപ്പടയുടെ കീഴിലുള്ള ടാസ്ക് ഫോഴ്സ് 59 രംഗത്തിറങ്ങിയത്. തങ്ങൾ അടുത്തിടെ മാത്രം യുദ്ധ മേഖലയിൽ പരീക്ഷണാർത്ഥം ഇറക്കിയ 24 അടി നീളമുള്ള കോർസെയർ എന്ന സ്വയം നിയന്ത്രിത ഡ്രോൺ ബോട്ട് അവർ കടലിലേക്ക് വിടുന്നു. 360 ഡിഗ്രി തെർമൽ സെൻസറുകൾ ഉപയോഗിച്ച് രാത്രിയിലെ ഇരുട്ടിലും ഈ ഡ്രോൺ ബോട്ട് കപ്പൽ കടലിൽ ഇങ്ങനെ തപ്പിയ 2 പൈലറ്റുമാരെ കൃത്യമായിട്ട് കണ്ടെത്തുന്നു. 2 മണിക്കൂറോളം കടൽ വെള്ളത്തിൽ കിടന്ന പൈലറ്റുമാരെ ഈ റോബോട്ടിക് ബോട്ട് സുരക്ഷിതമായിട്ട് ഉള്ളിലേക്ക് കയറ്റുകയും ഒപ്പം തന്നെ പിന്നീട് സുരക്ഷിത സ്ഥാനത്തെത്തിയ അവരെ എത്തിക്കുന്നു. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗം ബേസിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവിടെ ന്യൂയോർക്കിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഈ അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. പൈലറ്റുമാർ ഇപ്പോൾ പൂർണ്ണമായിട്ടും സുരക്ഷിതരാണ് എന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കപ്പലുകളെയും ടാങ്കറുകളെയും തടയാൻ അമേരിക്കൻ ഉപരോധത്തിന്റെ ഭാഗമായിട്ട് ഹോർമൂസ് കടലിടുക്കിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ തകർന്ന സംഭവം അമേരിക്ക വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. എങ്കിലും ഇറാനുമായിട്ടുള്ള സമാധാന കരാർ ചർച്ചകളെ കുറിച്ച് താൻ ഇപ്പോഴും വലിയ ശുഭപ്രതീക്ഷയിലാണ് എന്ന് ട്രംപ് പറയുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ആഗോള ഇന്ധന വിതരണം എന്ന് പുനഃസ്ഥാപിക്കാൻ ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം കടുപ്പിക്കുന്നതിനിടെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നത്. മനുഷ്യരില്ലാത്ത ആധുനിക ഡ്രോൺ ബോട്ടുകൾ ഉപയോഗിക്കുന്നതിലൂടെ യുദ്ധമുഖത്ത് തങ്ങളുടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുവാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞുവെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായിട്ടുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിൽ ലെബനൻ അതിർത്തിയിൽ അടക്കം വീണ്ടും കടുത്ത മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഡ്രോൺ രക്ഷാപ്രവർത്തനം നടന്നിരിക്കുന്നതെന്നാണ്. അപ്പോൾ ശത്രുപക്ഷത്തിന്റെ കണ്ണുവെട്ടിച്ച് അതീവ രഹസ്യമായിട്ട് കടലിലൂടെ വന്ന് പൈലറ്റുമാരെയും കൊണ്ട് അമേരിക്കയുടെ പുതിയ ഡ്രോൺ ബോട്ടിന്റെ കരുത്ത് കണ്ട് ഇറാൻ സൈന്യവും ഞെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ കളി പൂർണ്ണമായിട്ടും റോബോട്ടുകളിലേക്കും AI സംവിധാനങ്ങളിലേക്കും മാറുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കൂടിയാണിത്. അപ്പോൾ അങ്ങനെ ശത്രുപക്ഷത്തിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അതീവ രഹസ്യമായിട്ട് കടലിലൂടെ വന്ന് പൈലറ്റുമാരെയും കൊണ്ടുപോയ അമേരിക്കയുടെ പുതിയ AI ഡ്രോൺ ബോട്ടിന്റെ കരുത്ത് കണ്ട് ഇറാൻ സൈന്യം പോലും ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ വിമാനം ഇറാൻ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ കപ്പൽപ്പടയുടെ തേരോട്ടം നടക്കുന്നു. മാത്രമല്ല ഇനിയും യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് അമേരിക്കയും ഇറാനും ഇസ്രായേലും നൽകുന്നത്.